ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്ര ശിവൻ്റെ പൂർണ്ണ വെങ്കല ശില്പത്തിൻ്റെ അനാച്ഛാദനമാണ് അല്പസമയത്തിനകം ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ്. ഈയൊരു ശില്പം 4200 കിലോഗ്രാം വരും. 14 അടി ഉയരമുള്ള വെങ്കല ശില്പം ഈ ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വെങ്കല ശില്പമാണ്. പ്രശസ്ത ശില്പി ശ്രീ ഉണ്ണി കാനായി, പയ്യന്നൂർ സ്വദേശി ശ്രീ ഉണ്ണി കാനായി നിർമ്മിച്ചതാണ് ഇത്. ഒരു കൈ അരയിൽ കൈകൊടുത്ത് കഴുത്തിൽ പാമ്പും രുദ്രാക്ഷമാലയും പുലിത്തോലും ധരിച്ച് വലതു കൈകൊണ്ട് ഭക്തരെ അനുഗ്രഹിക്കുന്ന രീതിയിൽ സൗമ്യഭാവത്തോടെ അനുഗ്രഹം ചൊരിയുന്ന രീതിയിലാണ് ക്ഷേത്രത്തിൻ്റെ ശില്പത്തോടൊപ്പം ഈ ഒരു ആലിൻചുവട്ടിൽ മറ്റ് അലങ്കാരങ്ങളും പൂന്തോട്ടവും ഒക്കെ വളരെ മനോഹരമായ രീതിയിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം കേരളത്തിൻ്റെ ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഈ ശില്പം അനാച്ഛാദനം ചെയ്യും. ഒരുപാട് പോലീസ് ബറ്റാലിയനും ഒക്കെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് അകത്തുനിന്നും പുറത്തുനിന്നും കർണാടകയിൽ നിന്നൊക്കെ ഒരുപാട് ഭക്തർ ഈ ഒരു സുന്ദര നിമിഷത്തിന് സാക്ഷിയാവാൻ എത്തിയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ തളിപ്പറമ്പും സമീപ പ്രദേശത്തുള്ള നിരവധി ഭക്തജനങ്ങൾ. ശ്രീ മൊട്ടമ്മൽ രാജനാണ് ചലച്ചിത്ര നിർമ്മാതാവാണ് ഇദ്ദേഹം. ചലച്ചിത്ര നിർമ്മാതാവും ഈ കണ്ണൂരിലെ തന്നെ വലിയ പ്രമുഖ വ്യവസായികയാണ്. 4-5ഓളം മലയാള ചലച്ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ്റെ നമുക്കേറെ പ്രിയപ്പെട്ട വടക്കുന്നാഥൻ, അതുപോലെ തന്നെ മമ്മൂക്കയുടെ നിരവധി ചിത്രങ്ങൾ, നസ്രാണി തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ ഇദ്ദേഹം നമുക്കായി നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ ജയറാമേട്ടൻ്റെ സോപാനം, ഒരു ഓർമ്മകൾ മാത്രം ദിലീപേട്ടൻ, അങ്ങനെ നിരവധി ചിത്രങ്ങൾ ഇദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് സൂപ്പർ സ്റ്റാറുകളെ വെച്ചിട്ട്. അപ്പോൾ അല്പസമയത്തിനകം നമ്മുടെ കേരള ഗവർണർ ഇവിടുത്തെ ഈ ഒരു എത്രയോ വർഷത്തെ, എനിക്കൊന്ന് നിരവധി വർഷത്തെ പഴക്കമുണ്ട് ഈ ഒരു തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ. ഈ ഒരു ശിവൻ്റെ പ്രതിമ അല്പസമയത്തിനകം അനാച്ഛാദനം ചെയ്യും. ഈ ഒരു കർട്ടൻ ഇങ്ങ് മാറിക്കഴിഞ്ഞാൽ, കർട്ടൻ മാറിക്കഴിഞ്ഞാൽ ഭക്തർക്ക് അനുഗ്രഹമാരി ചൊരിയും എന്നുള്ള വിശ്വാസത്തിലാണ് നിരവധി പേർ. ഇങ്ങനെ ഒരുപാട് മീഡിയാസൊക്കെ ഉണ്ട്. ഗവർണർ വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ സെക്യൂരിറ്റിയും ഹൈ ക്വാളിറ്റിയിൽ പോലീസും അധികാരികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും സമയം കറക്റ്റ് 4 മണിയായി. 5 മണിക്കാണ് ഇതിൻ്റെ അനാച്ഛാദനം, ഈ ഒരു ശില്പത്തിൻ്റെ അനാച്ഛാദനം പറഞ്ഞെങ്കിലും ഇതാണ് ശ്രീ ഉണ്ണിക്കാനായി. ഇദ്ദേഹമാണ് ഈ ശില്പത്തിൻ്റെ നിർമ്മാതാവ്. ഇതാണ്. ഒരുപാട് പേര് അദ്ദേഹത്തെ അഭിനന്ദനം അറിയിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 4200ഓളം കിലോ ഉണ്ടല്ലോ, 14 അടി ഉയരമുണ്ട്, വെങ്കല ശില്പമാണ്. എന്നിരുന്നാലും കാലാകാലത്തോളം നിലനിൽക്കാൻ വേണ്ടി ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന 304 SS സ്റ്റീൽ ആണ് ശില്പത്തിൻ്റെ ഉൾഭാഗത്തിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. ഉണ്ണിക്കാനായി അങ്ങനെ നിരവധി ശില്പങ്ങളൊക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. നിരവധി ക്ഷേത്രങ്ങളിലും നിരവധി സ്ഥലത്തൊക്കെ സമ്മാനിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും അല്പസമയത്തിനകം ശ്രീ നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഈ ശില്പം അനാച്ഛാദനം ചെയ്യാൻ എത്താൻ പോവുകയാണ്. അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ പ്രിയരെ, അങ്ങനെ നമ്മുടെ ഗവർണർ എത്തി. അനാച്ഛാദന ചടങ്ങ് കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ ഇതിൻ്റെ സ്പോൺസർ മൊട്ടമ്മൽ രാജൻ അവരൊക്കെ ഈ ഒരു പ്രതിമയ്ക്ക് മുന്നിൽ പ്രാർത്ഥന അർപ്പിക്കുകയാണ്. പ്രിയരെ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പരമശിവൻ്റെ പൂർണ്ണകായ ശില്പം, വെങ്കല പ്രതിമ. ഭക്തമാനസങ്ങൾക്ക് അനുഗ്രഹം മാരി ചൊരിയാൻ വേണ്ടി സൗമ്യഭാവമുള്ള മനോഹരമായ ശിവശില്പം അങ്ങനെ അനാച്ഛാദനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇവിടെ വരുന്ന എല്ലാ ഭക്തർക്കും അത് കാണാനും ഒപ്പം തൊഴാനും ഒക്കെയുള്ള ഒരു അവസരമുണ്ടാകും. അങ്ങനെ നമ്മുടെ ഗവർണർ ശിവപ്രതിമ അനാച്ഛാദനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ്
അടുത്ത പരിപാടിക്ക് വേണ്ടി പോവുകയാണ്. പ്രതിമയ്ക്ക് മുന്നിൽ വലം വച്ച് തൊഴുതു വണങ്ങി അദ്ദേഹം പുറത്തേക്ക് വരികയാണ്. ആ ഒരു രംഗമാണ് നിങ്ങളേവരും കണ്ടുകൊണ്ടിരിക്കുന്നത്.